നമസ്കാരം. മകയിരം നക്ഷത്രക്കാർക്ക് ഏതൊക്കെ സമയങ്ങളാണ് ദോഷവും ജാതക ദോഷ പരിഹാരങ്ങളും ശാന്തികർമ്മങ്ങളും അവർ ജപിക്കേണ്ടതായ ദേവതകളും അവർ ജപിക്കേണ്ടതായ മന്ത്രങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ഇഷ്ട അനുകൂല നിറങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ബുധദശാകാലം 10 വർഷമാണ്. ബുധദശാകാലം, വ്യാഴ ദശാകാലം, ഈ ദശകൾ വളരെ ദോഷം ഉള്ള കാലങ്ങളാണ്. ബുധദശാകാലവും വ്യാഴദശാകാലവും. ശുക്രദശാകാലവും ഇവർക്ക് അത്ര ദുരിതം ചെയ്യില്ല, എങ്കിലും ബുധനും വ്യാഴമാണ് ഇവർക്ക് കൂടുതലായിട്ട് ഈ മകയിര നക്ഷത്രക്കാർക്ക് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ട കാലഘട്ടം. ഇവരിതിൽ ഈ സമയത്ത് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളൊക്കെ പറഞ്ഞാൽ, ചൊവ്വയും മകയിരവും, ചൊവ്വ ദിവസവും മകയിരവും ചേരുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ മകയിര നക്ഷത്രം അന്ന് ചൊവ്വാഴ്ചയാണെന്ന് വിചാരിക്കുക, അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വ്രതമോ ഉപവാസമോ ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അവിട്ട നക്ഷത്രം, മകയിര നക്ഷത്രം, ചിത്തിര നക്ഷത്രം, ഈ സമയങ്ങളിൽ ഭദ്രകാളി ഭജനം, ഭദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ ഏതെങ്കിലും ചെറിയ ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ട് ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ, നാമം ചെല്ലാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഭദ്രകാളി സ്തോത്രങ്ങൾ, ഭജനം. പിന്നെ മുരുകൻ സുബ്രഹ്മണ്യ ഭജനം, മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് മുരുകൻ്റെ അമ്പലത്തിൽ ചെന്നിട്ട് തൊഴുത് കഴിഞ്ഞ ശേഷം അവിടെ നിന്നുകൊണ്ട് സുബ്രഹ്മണ്യ ഭജനം ജപിക്കാം, അല്ലെങ്കിൽ പാരായണം ചെയ്യാം. ഇവയൊക്കെ നടത്തുന്നത് നമുക്ക് ഈ പറയുന്ന മകയിര നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ ദേവതകളെ പ്രീതിപ്പെടുത്തണം. ചൊവ്വയുടെ ദേവതകളാണ് മുരുകനും ഭദ്രകാളിയും. ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ ദേവതകളെ പ്രീതിപ്പെടുത്തുക. ആ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനും മുരുകൻ്റെ ക്ഷേത്രത്തിലോ പോയിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ മൂലമന്ത്രങ്ങൾ 108 ചാൻറ്റ് ചെയ്താലും മതി. പിന്നെ ആയില്യ നക്ഷത്രം, പൂര നക്ഷത്രം, പുണർദം, മൂലം, പൂരാട നക്ഷത്രം, തിരുവോണം, അവിട്ടം, ഈ നക്ഷത്രങ്ങളൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ പറയുന്ന മകയിര നക്ഷത്രക്കാർക്ക്. മകയിര നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ചന്ദ്രനാണ്. മകയിര നക്ഷത്രത്തിൻ്റെ ദേവത ചന്ദ്രനാണ്. ചന്ദ്രമന്ത്രം നമ്മൾ 108 തവണ എല്ലാ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ഈ മകയിര നക്ഷത്രക്കാർക്ക് ഈ ബുധദശാകാലവും വ്യാഴദശാകാലവും മോശമായതുകൊണ്ടും ആ സമയത്ത് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും എല്ലാ ദിവസവും നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഈ പറയുന്ന മന്ത്രം, ദേവതാ മന്ത്രം 108 ജപിക്കുക. മന്ത്രം ഓം ചന്ദ്രമാസേ നമ, ഓം ചന്ദ്രമസേ നമ എന്നാണ് ചന്ദ്രമന്ത്രം. ഈ ചന്ദ്രമന്ത്രം നമ്മൾ ഓം ചന്ദ്രമസേ നമ എന്ന് 108 തവണ നമ്മൾ മകയിര നക്ഷത്രക്കാര് 108, 336, 1008, 1008 ജപിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഈ ഒരൊറ്റ മന്ത്രമല്ലേ ഓം ചന്ദ്രമസേ നമ. നടക്കുമ്പോൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കാം. നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ഇതിങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂല നിറങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയും പച്ചയാണ് ഏറ്റവും നല്ല നിറം. പച്ചയും വെള്ളയാണ് ഏറ്റവും നല്ല നിറം. അതുകൊണ്ട് ആ നിറങ്ങൾ അനുകൂല നിറങ്ങളാണ്. ചന്ദ്രമസേ നമ എന്ന് എല്ലാ ദിവസവും ജപിക്കുക. കൂടുതൽ നല്ല ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന ബുധദശാകാലത്ത് കൂടുതൽ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും ഒപ്പം തന്നെ കൃഷ്ണനെ ബുധനാഴ്ച ദിവസം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് പച്ച നിറത്തിലുള്ള വസ്തുക്കളൊക്കെ വാങ്ങി കൃഷ്ണന് സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പച്ച നിറത്തിലുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ തുളസിമാല പച്ചയാണ് അല്ലേ? അപ്പോൾ ആ തുളസിമാല പച്ചയായതുകൊണ്ട് നമുക്കത് വാങ്ങിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കാം. വ്യാഴാഴ്ച ദിവസം മഞ്ഞയാണ്, മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ വാങ്ങിച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ മകയിര നക്ഷത്രക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതൽ ഈ പറയുന്ന ബുധദശാകാലം വ്യാഴദശാകാലം കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവാനും മറ്റുള്ള ദശാകാലങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാനും നല്ലതാണ്.